നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ കുമരകത്തുള്ള കുമരകം ബേർഡ് സാങ്ച്വറി ആണ്. അതിന്റെ എൻട്രൻസിലാണ് നമ്മൾ പോയുള്ളത്. ഇവിടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നേരെ കാണുന്ന ഇങ്ങനെ ബാമ്പു കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന, വെയിലടിക്കാതിരിക്കാനായിട്ട് മറച്ചു വെച്ചിരിക്കുന്നതിന് പുറവശത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം നമുക്ക് ബേർഡ് സാങ്ച്വറിയുടെ ഉള്ളിലെ കാഴ്ചകൾ കാണാനായിട്ട്. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ ദൂരം നമുക്ക് നടക്കാനുണ്ട്. തിരിച്ചും 2.5 കിലോമീറ്റർ, അതായത് 5 കിലോമീറ്റർ നമ്മൾ നടക്കണം. 2 കിലോമീറ്റർ എന്ന് പറയും, പക്ഷെ അവിടെ നിന്ന് 1/2 കിലോമീറ്റർ കൂടി പോകണം വാച്ച് ടവറിലേക്ക്. അതായത് 2.5 കിലോമീറ്റർ വൺ സൈഡ് നടക്കണം, തിരിച്ചും 2.5 കിലോമീറ്റർ. അപ്പൊ പുറപ്പെടുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 5 കിലോമീറ്റർ നടക്കാൻ തയ്യാറായിട്ട് വേണം ഇതിനകത്തേക്ക് പോകാനായിട്ട്. നമുക്ക് എന്തായാലും ഈ 5 കിലോമീറ്ററും നടന്നു തന്നെ കാണാം. ഇടതൂർന്ന ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടി നമ്മൾ നടക്കുന്ന പോലെയാണ്. ഫോറസ്റ്റ് അല്ല, ഇത് കണ്ടൽക്കാടാണ്. വെമ്പനാട് കായലിൽ നിന്ന് തള്ളി നിൽക്കുന്ന ചെറിയ ഒരു കനാലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഒരു വഴിയാണിത്. 2 സൈഡിലും ഉള്ളത് കണ്ടൽ ചെടികളാണ്. ഇവിടെ ഒരു കിളിക്കൂട് നിങ്ങൾക്ക് കാണാം. തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഞങ്ങള് പോയത് 2024 നവംബർ മാസത്തിലാണ്. നവംബർ ആദ്യം. പക്ഷെ ഞങ്ങളെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം, ഇതിനകത്ത് യാതൊരു ബേർഡ്സിനെ ഞങ്ങൾ കണ്ടില്ല. ബേർഡ്സിന്റെ സീസൺ അല്ലായിരുന്നു എന്ന് പറയുന്നു. എങ്കിൽ കൂടി തീരെ കുറവെന്ന് പറഞ്ഞാൽ ഒരു ബേർഡ്സിനെ പോലും കണ്ടില്ല എന്നുള്ളതാണ്. എന്നാലും വളരെ മനോഹരമായ ഒരു നടത്തമായിരുന്നു ഈ ബേർഡ് സാങ്ച്വറിയുടെ ഉള്ളിൽ കൂടെയുള്ളത്. ഇവിടെ 4 മണിക്ക് മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് വ്യൂ പോയിന്റ് സ്ഥലത്ത് നിന്ന് തിരിച്ച് നടക്കണം. അതായത് 5 മണിക്കുള്ളിൽ പുറത്ത് കിടക്കണം. വളരെ വിഷമേറിയ പാമ്പുകൾ ധാരാളം ഉണ്ടെന്ന് പറയുന്നു. ഒരു കാടിന്റെ പ്രതീതി ഉള്ളതുകൊണ്ട് തന്നെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞാൽ തന്നെ ഇരുട്ട് വീഴും. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ താഴെ ചിലപ്പോൾ പാമ്പ് ഏതാണ്, മരത്തിന്റെ വേര് ഏതാണെന്ന് പോലും അറിയില്ല. പ്രത്യേകിച്ചും ആ ടവറിന്റെ, വാച്ച് ടവറിന്റെ സമീപത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ 4 മണി കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് അവിടെയുള്ള ഫോറസ്റ്റ് വാച്ചർമാര് നമ്മളെ പുറത്തേക്ക് പോകാനായിട്ട് അവർ ഉള്ള നിർദ്ദേശങ്ങൾ തരും. ഇരുട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിന്റെ പുറത്തേക്ക് കടക്കണം. ചുറ്റും ഇങ്ങനെ എല്ലാ വള്ളിച്ചെടികൾ പടർന്നു നിൽക്കുന്നത് കാണാം. അവരുടെ വിവരണമൊക്കെ കേട്ടപ്പോൾ തന്നെ തോന്നി നമ്മൾ ചിലപ്പോൾ പിടിക്കുന്ന പോലെ പാമ്പിന്റെ മേത്താവുമെന്നുള്ളത്. അതുപോലെ തന്നെ ഉള്ള പാമ്പിനെ പോലെ തോന്നുന്ന വള്ളിച്ചെടികൾ പോലെ വളരെയധികം ഇതിനകത്തുണ്ട്. കണ്ടൽ ചെടികളുടെ വേരുകളും കണ്ടൽ ചെടികളുടെ വള്ളികളും എല്ലാം ഇങ്ങനെ നിറഞ്ഞ് തിങ്ങി നിറന്ന് നിൽക്കുന്ന ഒരു കാടാണിത്. നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ നടന്ന് വാച്ച് ടവർ വരെ പോകാം. വേമ്പനാട്ട് കായൽ വരെ ചെല്ലും. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഇരിക്കാനുള്ള ചെറിയൊരു സംവിധാനമെല്ലാം അവിടെ ഉണ്ട്. അതിനുശേഷം അവിടെ നിന്ന് 1/2 കിലോമീറ്റർ കൂടി നടക്കണം വാച്ച് ടവറിലേക്ക്. അതായത് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ നടന്ന് ആ വ്യൂ പോയിന്റ് വരെ ഒന്ന് എത്താം. അതുവരെ ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കണ്ട് നടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ഇവിടെ പകുതി ദൂരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ വഞ്ചിയിലുള്ള ഒരു സവാരി കിട്ടും. ഏതാണ്ട് 1 മണിക്കൂർ കറങ്ങിയിട്ട് നമുക്ക് തൊട്ടടുത്ത് ഉള്ള ഒരു കണ്ടൽക്കാടിന്റെ മറ്റൊരു സൈഡിൽ വന്നിട്ട് നമ്മളെ ഇറക്കും. വളരെ മനോഹരമായൊരു യാത്രയാണ് വഞ്ചിയിലുള്ള യാത്ര. ഇവിടെ ഈ കടവിൽ നിന്നാണ് വഞ്ചി പുറപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ വഴി വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം കാണാം. ഞങ്ങൾ ആ വഞ്ചിയിലുള്ള ഒരു യാത്ര കൂടി നടത്തിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാം. നമ്മളങ്ങനെ വേമ്പനാട്ട് കായലിലേക്ക് മുട്ടുന്ന ആ വ്യൂ പോയിന്റിലെത്തി. ഇവിടെ വരെയാണ് 2 കിലോമീറ്റർ നടക്കാനുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേമ്പനാട്ട് കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാം, അല്പനേരം ഇരിക്കാം. ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ഒരു 1/2 കിലോമീറ്റർ കൂടി നടക്കണം വാച്ച് ടവർ കാണുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് വാച്ച് ടവറിന്റെ ഭാഗത്തേക്ക് നടക്കാം. ആദ്യത്തെ വാച്ച് ടവറാണ് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് കാണുന്നത്. പക്ഷെ ഞങ്ങളെ അത് നിരാശപ്പെടുത്തി. കാരണം അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. കാരണം അതിനകത്ത് കയറാൻ പറ്റില്ല. കമ്പിയെല്ലാം തുരുമ്പെടുത്ത് ജീർണിച്ച അവസ്ഥയിലാണ്. ആരും കയറാതിരിക്കാൻ വേണ്ടി അതിങ്ങനെ ചങ്ങലയിട്ട് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും നടന്നു. ഇവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം നടന്നാൽ 2ാമത്തെ വാച്ച് ടവർ ഉണ്ട്. അവിടെ വരെയാണ് നമുക്കിങ്ങനെ നടക്കാൻ കഴിയുന്ന വഴിയുള്ളത്. ഞങ്ങൾ 2ാമത്തെ വാച്ച് ടവറിനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മള് 2ാമത്തെ വാച്ച് ടവർ എത്തി. നമുക്കതിന്റെ മുകളിലൊന്ന് കയറി നോക്കാം. ഇത്രയധികം ദൂരം നടക്കുന്നതുകൊണ്ടായിരിക്കാം ഇവിടെ വരെയൊന്നും അധികം ആൾക്കാരൊന്നും വന്നു കണ്ടില്ല.
നമ്മളങ്ങനെ വാച്ച് ടവറിന്റെ മുകളിലെത്തി. പക്ഷെ ഇവിടെ നിന്ന് ചുറ്റും നോക്കിയിട്ടും ഞങ്ങൾക്ക് പക്ഷികളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കാലാവസ്ഥ മാറ്റം കൊണ്ടാണോ അതോ പക്ഷികളുടെ ഇങ്ങോട്ടുള്ള വരവേണ്ട സമയത്തിന്റെ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ ഒരു പക്ഷിയെ പോലും ഞങ്ങൾ ഇവിടെ കണ്ടില്ലെന്നുള്ളതാണ്. എന്തായാലും ഈ കുമരകത്തുള്ള ബേർഡ് സാങ്ച്വറി ഉണ്ടോ എന്നുള്ള തൃപ്തിയോടുകൂടി ഞങ്ങൾ അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഞങ്ങൾ ഇനി തിരിച്ചു നടക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു നടക്കുമ്പോൾ തന്നെ ഏതാണ്ട് 3:30 മണി 4 മണി ആവാറായി കഴിഞ്ഞു. അങ്ങോട്ട് പോകുന്ന ടൂറിസ്റ്റുകളെല്ലാം വാച്ചർമാര് ഇവിടുന്ന് തന്നെ തിരിച്ചയക്കുന്നുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് മുന്നോട്ട് നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട്, കാരണം സമയം അതിക്രമിച്ചു. അതുകൊണ്ട് വഴിയിലുള്ളവരെല്ലാം തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വീണ്ടും ബോട്ടിൽ വഞ്ചിയിൽ കയറിയിട്ട് കടൽക്കാടല്ലാത്തൊരു സ്ഥലത്താണ് വന്നിറങ്ങിയത്. അവിടെ നിന്ന് ഇവിടെ ഹൗസ് ബോട്ടുകളെല്ലാം കെട്ടിയിരിക്കുന്ന രാത്രികളിൽ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്ത് വന്നിറങ്ങി ആ കാഴ്ചകൾ കൂടി കാണുന്നതിന് വേണ്ടി കണ്ടൽ ചെടികളുടെ മറു സൈഡിലായിട്ട് അവിടുന്ന് ഞങ്ങൾ ഇതിന്റെ എൻട്രൻസിലേക്ക് നടക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം ഹൗസ് ബോട്ടുകളെല്ലാം ക്യാമ്പ് ചെയ്യുന്ന കുമരകത്തുള്ള ഹൗസ് ബോട്ട് രാത്രി ക്യാമ്പ് ചെയ്യുന്ന ഇങ്ങനെ തീരങ്ങളിലാണ്. ഇവിടെയുള്ള അവരുടെ തന്നെ വീടുകളിലൊന്നും അതുപോലുള്ള പോയിന്റുകളിൽ നിന്നുമെല്ലാമാണ് കറണ്ട് സപ്ലൈ കുത്തിയിട്ട് രാത്രി ഈ ബോട്ടിലുള്ള AC എല്ലാം വർക്ക് ചെയ്യുന്നത്. രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഹൗസ് ബോട്ടുകളിലുള്ള പവർ സപ്ലൈ ആണ് ഇവിടെ വീടുകളിൽ നിന്ന് എടുക്കുന്നത്. ഇവിടെ ഈ തീരങ്ങളിൽ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ ക്യാമ്പടിച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വഞ്ചിയിലുള്ള യാത്ര കാണാം. തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് മറ്റു സ്ഥലങ്ങൾ സന്ദർശിക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.